ഓം ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. പ്രിയപ്പെട്ടവരെ, 5-ാമത്തെ ദശകത്തിലെ 3ഉം 4ഉം ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. 3-ാമത്തെ ശ്ലോകം. ഏവം ച ദിപരാർദ്ധകാല വിഗതാ വീക്ഷാം ശുശ്രൂഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം മായാന്തകഃ ഖലു കാലശക്തിരഖിലാ ദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദതുഃ തസ്യാ സഹായക്രിയാം. നമുക്ക് പദം മുറിച്ചു നോക്കാം. ഏവം ച ദ്വിപരാർദ്ധകാല വിഗതാ വീക്ഷാം എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് പദം മുറിക്കുമ്പോൾ വിഗതൗ ഈക്ഷാം എന്ന് വരും. ഏവം ച ദ്വിപരാർദ്ധകാല വിഗതൗ ഈക്ഷാം സൃശിക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ, ചക്ഷുഭേല ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം മായാതക ഖലു കാലശക്തിഃ അഖിലാ ദൃഷ്ടം. കാലശക്തിരഖിലാന്നുണ്ട്. അതിന് കാലശക്തിഃ അഖിലാ ദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദതുഃ തസ്യാ സഹായക്രിയാം. വിദതു തസ്യാന്നുണ്ട്. അത് വായിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദതുഃ തസ്യാഹ സഹായക്രിയാം. അതുപോലെ 3-ാമത്തെ വരിയില് ദൃഷ്ടം സ്വഭാവോപി ച, സ്വഭാവം കഴിഞ്ഞിട്ട് ഒരു യെസ് പോലെ അടയാളമുണ്ട്. അത് വരുന്ന സമയത്ത് സ്വഭാവ അപി എന്നാണ് വാക്ക് മുറിക്കുമ്പോൾ നമ്മൾ പറയുക. പക്ഷെ നമ്മൾ വായിച്ചു പോകുന്ന സമയത്ത് സ്വഭാവോപി തന്നെ വായിച്ചാൽ മതി. ഇതിലധികം പദം മുറിക്കാനൊന്നുമില്ല. ആദ്യത്തെ വരിയില് ഏവം ച ദ്വിപരാർദ്ധകാല വിഗതൗ ഈക്ഷാം. അതിപ്പോ ഒന്നായിട്ട് വായിക്കാൻ പറ്റുകയാണെങ്കിൽ ഇനി കുഴപ്പമൊന്നുമില്ല. ഏവം ച ദ്വിപരാർദ്ധകാല വിഗതാ വീക്ഷാം ശുശ്രൂഷാത്മികാം. ഏവം ച ദ്വിപരാർദ്ധകാല വിഗതൗ ഈക്ഷാം ശുശ്രൂഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം മായാതക ഖലു കാലശക്തിർ അഖിലാ ദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദതുഃ തസ്യാ സഹായക്രിയാം. ഇതിന്റെ അർത്ഥം നോക്കാം. ഏവം ദ്വിപരാർദ്ധകാല വിഗതൗ ച, ഇപ്രകാരം 2 പരാർദ്ധം സംവത്സരങ്ങൾ കടന്നു പോയപ്പോഴാകട്ടെ ത്വയി ശുശ്രൂഷാത്മികാം, അങ്ങ് ശുശ്രൂഷ രൂപത്തിലുള്ള ഈക്ഷണം ഈക്ഷാം ബിഭ്രാണി, ഈക്ഷണം എന്ന ക്രിയയെ കൈക്കൊള്ളുന്നവനായപ്പോൾ ത്രിഭുവനീ ഭാവായ ഭുവനത്രയം ആയിത്തീരുവാൻ വേണ്ടി മായ സ്വയം ചുക്ഷുഭേ, മായ തന്നെത്താൻ ക്ഷോഭിച്ചു, ഇളകി വശായി. മായാതക ഖലു കാലശക്തിരഖിലാ ദൃഷ്ടം, ആ മായയിൽ നിന്ന് തന്നെ കാലം എന്ന ശക്തിയും സുകൃത ദുഷ്കൃത രൂപമായ സ്വഭാവ അഭിച പ്രാദുർഭൂയ, എല്ലാ അദൃഷ്ടവും സ്വഭാവവും തെളിഞ്ഞു വന്നിട്ട് ഗുണാൻ വികാസ്യ, ഗുണങ്ങളെ ത്രിഗുണങ്ങളെ വികസിപ്പിച്ച് വ്യാപനശീലമുള്ളവയാക്കിയിട്ട് തസ്യാഹ സഹായക്രിയാം വിദതുഃ, ആ മായയ്ക്ക് സഹായമായി നിൽക്കുക എന്ന പ്രവൃത്തി ചെയ്തു. അതായത് ഭഗവാൻ സൃഷ്ടിക്കാൻ വേണ്ടി ആഗ്രഹിച്ച സമയം മായയാണ് ഈ കളികളൊക്കെ കളിച്ചത് എന്ന് പറഞ്ഞു തരികയാണ്. ദ്വിപരാർദ്ധം എന്ന് പറയുന്ന ഒരു കാലഘട്ടം. 2 പരാർദ്ധം, ദീ പറഞ്ഞ 2 ദ്വിപരാർദ്ധം, 2 പരാർദ്ധം
2 സംവത്സരങ്ങൾ அல்லது പുരാർത്ഥം സംവത്സരങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം ഭഗവാൻ സൃഷ്ടിക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ഈ ക്ഷണം നോക്കുക എന്ന ക്രിയയെ കൈക്കൊണ്ടു. അപ്പോൾ മായ ഉണർന്നു. മായയാണ് വാസ്തവത്തിൽ ഈ കാലം എന്ന ശക്തിയെയും ത്രിഗുണങ്ങളെയും ഒക്കെ വികസിപ്പിച്ചത് എന്ന് പറഞ്ഞു തരികയാണ്. ഇനി നമുക്കൊന്നിച്ച് വായിക്കാം. ഏവം ചദ്വിപരാർദ്ധകാലവിഗതൗ ഈക്ഷാംസി സൃഷ്ടാത്മികാം വിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം മായാദഖലു കാലശക്തിരഖില ദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദതുഃ തസ്യാഹ സഹായക്രിയാം. ഇനിയും 4-ാമത്തെ ശ്ലോകം. മായാ സന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ മായാ സന്നിഹിതോ അപ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോപി നൈവാപരഃ ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോപി നൈവാപരഃ കാലാദിപ്രതിബോധിതാ ച ഭവതാ സഞ്ചോദിതാ ച സ്വയം കാലാദിപ്രതിബോധിതാ ച ഭവതാ കാലാദിപ്രതിബോധിതാ ഭവതാ സഞ്ജോദിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വമസൃജത് യോസൗ മഹാനുച്യതേ മായാ സാ ഖലു ബുദ്ധിതത്വം അസൃജത് യോസൗ മഹാൻ ഉച്യതേ. ഇതിന്റെ അർത്ഥം നോക്കാം നമുക്ക്. മായാ സന്നിഹിതഃ അപ്രവിഷ്ടവപുഷ, മായയിൽ സന്നിധാനം മാത്രം ചെയ്തവനും മായയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത സ്വരൂപത്തോടുകൂടിയവനുമായ ഭവാൻ സാക്ഷി ഇരിഗീതഃ, അങ്ങ് സാക്ഷി എന്നാണ് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്. താംഭേദൈഹി പ്രതിബിംബതാഃ, ആ മായയിൽ ഉപാധിഭേദങ്ങളോടെ പ്രതിബിംബമായി പ്രവേശിച്ച ഭഗവാൻ തന്നെ ജീവാ അപി അപരാനയേവ, ജീവാത്മാവും മറ്റൊരാളല്ല. അതക്കാലാദിപ്രതിബോധിത, അനന്തരം പ്രകൃതിക്ഷോഭാനന്തരം കാലം അദൃഷ്ടം സ്വഭാവം എന്നിവയാൽ ഉണർത്തപ്പെട്ടതും ഭവതാ സഞ്ജോദിതാച, അങ്ങയാൽ നന്നായി പ്രേരിപ്പിക്കപ്പെട്ടതുമായ സാ മായ ഖലു, ആ മായ തന്നെ സ്വയം ബുദ്ധിതത്വം, താനേ ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു, അസൃജത് സൃഷ്ടിച്ചു. യഹ അസൗ മഹാൻ ഉച്ചതേ, യാതൊരു ഇതിനെ ഈ ബുദ്ധിതത്വത്തെ മഹത്തത്വം എന്നും പറയുന്നു. ഇവിടെ സൃഷ്ടിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. മായയിൽ സന്നിധാനം ചെയ്തവൻ, നമ്മളൊക്കെ മായയ്ക്ക് അധീനന്മാർ, ഭഗവാൻ മായാതീതൻ. മായ നമ്മളെ കളിപ്പിക്കുന്നു, എന്നാൽ ഭഗവാന്റെ കാൽച്ചോട്ടിലാണ് മായ കിടക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങേ സാക്ഷിയായിട്ടാണ് എല്ലാവരും മഹാത്മാക്കളും വേദങ്ങളും ഒക്കെ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ മായയിൽ പ്രതിബിംബിച്ച ഭഗവാൻ ജീവാത്മാവും മറ്റൊരാളല്ല, ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ്. പക്ഷെ നമുക്ക് അത് ബോധമാവുന്നില്ല. ആ ബോധം ഉദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണം. പ്രയത്നിച്ചാൽ നമുക്കും ഓരോരുത്തർക്കും മനസ്സിലാവും ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ്. പിന്നെ ഈ പ്രകൃതിയുടെ ക്ഷോഭം നിമിത്തം കാലം അദൃഷ്ടം സ്വഭാവം എന്നിവ ഉണർന്നു. ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ട മായ തന്നെ പിന്നെ ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു. ഈ ബുദ്ധിതത്വത്തെ മഹത്തത്വം എന്നും പറയും എന്നാണ് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് ഈ ശ്ലോകത്തിൽ കൂടെ പറഞ്ഞു കൊടുക്കുന്നത്. സൃഷ്ടിയുടെ വ്യാപാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പദം വെച്ച് നോക്കാം. മായാ സന്നിഹിതോ അപ്രവിഷ്ടവപുഷ, ആ എന്നുള്ളതിൽ ഒരു അടയാളമാണ് ഉള്ളത്, എസ് പോലുള്ളൊരു അടയാളം. ഇങ്ങനെ അടയാളങ്ങൾ ആ എന്ന് വായിക്കണം. മായാ സന്നിഹിതോ അപ്രവിഷ്ടവപുഷ എന്ന് വായിച്ചാൽ വളരെ വേഗം നമുക്ക് മനസ്സിലാവും
ഇനി വായിക്കാം. മായാസന്നിഹിതോ പ്രവിഷ്ടവപുഷ എന്നും വായിക്കാം. ആ എന്നുള്ള ശബ്ദം അവിടെ കേൾക്കണം. അത്രയേ ഉള്ളൂ. സാക്ഷി ഇതി ഗീതോ ഭവാൻ ഭേദയിസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോപി നൈവാപരഃ. ഇവിടെ ജീവ അപ്പി എന്ന് വായിക്കേണ്ട ആവശ്യമില്ല, ജീവോപി എന്ന് വായിച്ചാൽ മതി. കാലാദി പ്രതിബോധിത ഭവതാ സഞ്ജോതിത ച സ്വയം മായാസാ ഖലു ബുദ്ധിതത്വം അസൃജത്. ബുദ്ധിതത്വം അസൃജത് യോസൗ മഹാനുച്യത്തെ. യോസൗ ഇങ്ങനെ തന്നെ വായിച്ചാൽ മതി. യോസൗ മഹാൻ ഉച്യത്തെ. മഹാൻ ഉച്യത്തെ, മഹാൻ ഉച്യത്തെ എന്നാണ് വരിക. അപ്പൊ ഇത് നമ്മൾ ഒന്നുകൂടി വായിച്ച് നോക്കാം. ശ്ലോകം വായിക്കാം. മായാസന്നിഹിതോ അപ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോപി നൈവാപരഃ കാലാദി പ്രതിബോധിത ഭവതാ സഞ്ജോതിതാ ച സ്വയം മായാസാ ഖലു ബുദ്ധിതത്വം അസൃജത് യോസൗ മഹാനുച്യത്തെ. മായാസന്നിഹിതോ അപ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോപി നൈവാപരഃ കാലാദി പ്രതിബോധിതാ കാലാദി പ്രതിബോധിതാഥ ഭവതാ സഞ്ജോതിതാ ച സ്വയം. ചില പുസ്തകത്തിലൊക്കെ കാലാദി പ്രതിബോധിതാ ച ഭവതാ എന്ന് കാണുന്നുണ്ട്. പക്ഷെ ഈ പുസ്തകത്തിൽ ഇങ്ങനെയാണ്, കാലാദി പ്രതിബോധിതാഥ ഭവതാ സഞ്ജോതിതാ ച സ്വയം മായാസാ ഖലു ബുദ്ധിതത്വം അസൃജത് യോസൗ മഹാൻ ഉച്യത്തെ. ഒന്നും കൂടെ കുറച്ചും കൂടെ അവകാശത്തിൽ നമുക്ക് വായിക്കാം. മായാ സന്നിഹിതോ അപ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോപി നൈവാപരഃ കാലാദി പ്രതിബോധിതാഥ ഭവതാ സഞ്ജോതിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വം അസൃജത് യോസൗ മഹാൻ ഉച്യത്തെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.